ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനു. ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഓണം സീരീസിൽ എല്ലാവരും കാത്തിരിക്കുന്ന സദ്യയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് എന്താണ്? പായസം കുടിക്കാൻ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പായസമാണ്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന പായസമാണ് ഇന്ന് ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ് ബൈ അനുവിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. ചെറുപയറും ശർക്കരയും ഇട്ടിട്ടുള്ള പായസം. അധികം ആരും ഉണ്ടാക്കാത്ത ഒരു പായസമാണ്. നോർമലി നമ്മളെല്ലാവരും കഴിക്കുന്നത് അടപ്രഥമൻ, കടല, സേമിയ അല്ലെങ്കിൽ അരിപ്പായസം ഇതൊക്കെയാണല്ലോ. അപ്പം അല്ലെങ്കിൽ ഗോതമ്പ് പായസം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ സാരി എങ്ങനെയുണ്ട്? ഇന്ന് ഓഫീസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ ദിവസമാണ് ഓണാഘോഷം നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഓണാഘോഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ട്രഡീഷണൽ അറ്റയറിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉടുത്ത സാരിയാണ്. ഈ നിറം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇതൊരു കപ്പപ്പഴത്തിൻ്റെ കളറിലുള്ള സാരിയാണ്. കാപ്പിപ്പൊടി എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ എൻ്റെ മാല കാണിക്കാം ഞാൻ അടുത്തേക്ക്. മാല എല്ലാവർക്കും ഇഷ്ടമായോ? കമ്മൽ. ലേഡീസിനൊക്കെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. കമ്മലും മാലയൊക്കെ ഇഷ്ടമായോ എല്ലാവർക്കും? ഇത് ഞാൻ അന്നിട്ട കമ്മലല്ല, ഇതൊരു പേളിൻ്റെ കമ്മലാണ്. അതുപോലെ നിറച്ച് കല്ല് പതിപ്പിച്ചിട്ടുള്ള ഒരു മാലയാണ്. ഇത് ഗോൾഡ് അല്ല കേട്ടോ, ഗോൾഡ് അല്ലാത്ത ഇതും ഗോൾഡല്ല, ഇതും ഗോൾഡല്ല. ഇതൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് മേടിച്ച മാലയും കമ്മലുമാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടന്നാലോ? നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്നോട് പറയൂ എല്ലാവരും. എങ്ങനെയാണ് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ഓണം ആഘോഷിക്കുന്നത്? ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞോ? അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാനുമായിട്ട് ഷെയർ ചെയ്യൂ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളും ഞാൻ പറയാം. ഓണത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കാം മാക്സിമം. ഞാൻ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടിട്ട് വന്നാലോ? പായസം ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ പായസം. അതിന് വേണ്ടി ചേരുവകളൊക്കെ അതെടുത്ത് വച്ചിരിക്കുന്നു. ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചു. ചൗരി വേവിച്ച് വച്ചിരിക്കുന്നു. തേങ്ങ രണ്ടെണ്ണം പാലെടുത്തത്. ഫസ്റ്റിലെ പാല്, രണ്ടാമത്തെ പാല്, ശർക്കര പാവ് കാച്ചി വച്ചിരിക്കുന്നു, നെയ്യ്, തേങ്ങ അരിഞ്ഞത്, ഏലക്ക പൊടിച്ചു വച്ചിരിക്കുന്നു, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. നമുക്കിനി അടുപ്പ് കത്തിച്ച് പായസം വയ്ക്കാൻ തുടങ്ങാം. ഉരുളി ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. ചൂടായി നമുക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചെറുപയർ വറുത്തുടച്ച് വേവിച്ച് വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാതെ. ഉരുളി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. കുറച്ച് ഉടഞ്ഞിട്ട്
ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാവ് വെച്ചിരിക്കുന്നു. ഇത് ഒരുപാട് തിളച്ച് നല്ല വരണ്ട് മണിക്കൂറെങ്കിലും ഇത് മാത്രമാണ്. ഈ ക്ലിപ്പ് മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പാട്ട് ഇട്ടാൽ മതി. മ്യൂട്ട് അറിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ ചോദിച്ചാൽ മതി. ഇപ്പത്തി വെള്ളം പോലെ ഇരിക്കണേല് നിങ്ങൾക്ക് നല്ലൊരു കട്ടിയായിട്ട് വേണം. നമുക്ക് പിന്നെ പാലൊഴിക്കാം, രണ്ടാം പാലൊഴിക്കാം. ഇവിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലപോലെ. നമ്മളിതിൽ ഓട്ടുരുളിയിലാണ് പായസം വെക്കുന്നത്. അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. ഓട്ടുരുളിയാകുമ്പോൾ നല്ല തിളച്ച് നല്ല വെക്കും. അടിയിലൊന്നും പിടിക്കാതെ വയ്ക്കാം. ഓട്ടുരുളിയിലാണ് വെക്കുന്നത്. അപ്പോൾ അടിയിലൊന്നും 4 ചെറുപയറും 1/2 കിലോ ശർക്കരയും 2 തേങ്ങയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ചൗവരി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചൗവരിയും കൂടെ അതിലോട്ട് ഒഴിക്കാം. നമുക്കിനി ചൗവരി ഒഴിച്ച് കൊടുക്കാം. 1/4 ഭാഗവും വറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചൗവരി ഒഴിച്ചു. കുറച്ചുകൂടെ ഇളക്കിയിട്ട് നെയ്യ് ഒഴിച്ചു. കുറച്ചുകൂടെ വറ്റിയിട്ട് നെയ്യ് ഒഴിക്കും. നമുക്കിനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
വളരെ രുചികരമായ ഒരു പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയായിരിക്കും. പയറായതുകൊണ്ട് നല്ല രുചിയായിരിക്കും. നല്ല വറക്കണം, കുറച്ചുകൂടെ വരണ്ട് എടുക്കണം. കുറച്ച് എത്രത്തോളം നമ്മൾ ആ നെയ്യില നല്ല വറുത്തു അത്രയും നല്ല സ്വാദായി. പെട്ടെന്ന് വയ്ക്കാൻ പറ്റില്ല ഈ പ്രഥമന്. നല്ല സമയമെടുത്ത് വേണം ഇത് ഉണ്ടാക്കാൻ. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. കുറച്ച് ഉണ്ടാക്കിയാൽ മതി. വേണമെന്നില്ല, കവിൽ ഉണ്ടാക്കിയാലും മതി. ഒരു ഗ്ലാസ് പയറിൽ ഉണ്ടാക്കിയാലും മതി. ഇതിങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ വീഴും. ഒട്ടം പോലെ ആകുമ്പോഴാണ് നല്ല പരുവായെന്ന് അറിയണം. നമ്മൾ ഇങ്ങനെ വീഴുമ്പോൾ പതുക്കെ വീഴും. അപ്പോൾ ഏകദേശമായി. നമുക്ക് പാലൊഴിക്കാറ് ഏകദേശമായി. അതുകൊണ്ട് നല്ല പോലെ ആയി. അടിയിലൊന്നും പിടിച്ചില്ല. കണ്ടോ, അടിയിലൊന്നും പിടിക്കില്ല. ഉരുളി ആകുമ്പോഴേ അടിയിലൊന്നും പിടിക്കില്ല. ഏകദേശമായി. നമുക്കിനി രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ കോരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് നല്ല ഒട്ടി പോലെ ആവും. രണ്ടാം പാൽ ഒഴിക്കാൻ പോകുന്നു. ഇനി അത് ഒന്ന് തിളക്കട്ടെ. കുറച്ച് നേരം ഒന്ന് തിളച്ചിട്ട് ആദ്യത്തെ പാൽ ഒഴിച്ച് നമുക്കൊന്ന് വാങ്ങാം. ഉള്ളിൽ ഒന്ന് തിളച്ച് കുറച്ച് വറ്റിയിട്ട് ആദ്യത്തെ പാൽ ഒഴിച്ച് രണ്ടാമത്തെ പാലൊഴിച്ച് തിളക്കി ഒരു 5-10 മിനിറ്റേക്ക് അതൊന്ന് തിളയ്ക്കണം. അപ്പോഴേ നമുക്കിനി ഫസ്റ്റിലെ പാലൊഴിക്കാൻ പറ്റും. രണ്ടാം പാലൊഴിച്ചിട്ട് ഇനിയിപ്പോൾ തിളയ്ക്കണത് ആദ്യത്തെ പാലൊഴിച്ച് തിളയ്ക്കേണ്ട. അങ്ങനെ നമുക്ക് തീ ഓഫ് ചെയ്യും. പാലൊഴിച്ച് നല്ലപോലെ തിളച്ച്
രണ്ടാം പാൽ ഒഴിച്ച് വറ്റി. ഇനി നമുക്കപ്പോൾ 2 സ്പൂണ് പഞ്ചസാര അതിൽ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ ആദ്യത്തെ പാലൊഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. പായസം വയ്ക്കാൻ ഒരുപാട് നേരമാവും. ഒരു 2 മണിക്കൂറെങ്കിലും വേണമെങ്കിൽ നല്ലപോലെ നമുക്ക് വച്ച് എടുക്കാൻ. ഇനി ആദ്യത്തെ പാലൊന്ന് ഒഴിക്കും. ആദ്യത്തെ പാലൊന്ന് ഒഴിച്ചു. തീ ഒന്ന് ഓഫ് ചെയ്യാം. മതി, അത് ചൂടാൻ. തീ ഓഫ് ചെയ്യാം. പതുക്കെ ഇളക്കി കൊടുക്കാം. ഉരുളി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കുകയാണ്. ഇതിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ അണ്ടിപ്പരിപ്പ്, തേങ്ങ ഇതെല്ലാം വറുത്തിട്ട് കൊടുക്കാം. അടുപ്പ് കത്തിക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞിട്ട് തേങ്ങ ഒന്ന് കുറച്ചായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം.
തേങ്ങ മൂത്ത് നമുക്കിതിലോട്ട് ഒഴിക്കാം. പായസമായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പായസമായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. സംസാരിച്ചോ? പാട്ടിട്ടാ മതി ബാക്ക്ഗ്രൗണ്ടിൽ. രുചികരമായ ചെറുപയർ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം.